മുൻ ഭദ്രസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലീമീസ് സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തി പിതൃസ്വത്ത് തട്ടിയെടുക്കാൻ സഭ ശ്രമിച്ചതായും ക്ലീമീസ് വെളിപ്പെടുത്തി. ചോദ്യം ചെയ്യുവാൻ ആർക്കും ധൈര്യമില്ല. ചോദ്യം ചെയ്യുന്നവരെല്ലാം ഒരു മൂലയിലേക്ക് ഒതുക്കപ്പെടുന്നതായിട്ടാണ് അനുഭവം. അപ്രകാരമുള്ള ഒരു പ്രത്യേക സംവിധാനമാണ് ഇപ്പോൾ ഈ സഭയ്ക്കുള്ളത്. അതെന്തെന്ന് ചോദിച്ചാൽ അതൊരു പ്രത്യേക രണ്ടോ മൂന്നോ നാലോ വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംവിധാനമായി ഇത് തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരു അനീതി സഭയിലുണ്ട്. എത്ര കോടികൾ വരുന്നു, എത്ര കോടികൾ ചെലവഴിക്കുന്നു, അത് സഭയ്ക്ക് തന്നെ ആകുന്നു എന്ന് ആർക്കും അറിയില്ല. ആ ഒരു അവസരത്തിൽ അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിന്റെ കാറ്റ് വീശേണ്ട ആവശ്യമുണ്ട് എന്ന് ഉള്ളത് കൊണ്ടും കൂടിയാണ് ഈ അവസരത്തിൽ ഇത് വെളിപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന. സഭയെ ചീത്തയാക്കുന്നതിനൊന്നും ഞാൻ മുതിരുന്നില്ല. ഇതിന്റെ കണക്കോ ഇതിന്റെ കാര്യങ്ങളോ ആർക്കും അറിയില്ല. ഇത് വെളിപ്പെടുത്തപ്പെടാറില്ല. അതിന് വിളിച്ചു കൂട്ടപ്പെട്ട ബോഡീസിൽ അത് പാസ്സാക്കുമ്പോൾ അത് പരിശോധിച്ച് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവിധം ആർക്കും താല്പര്യമില്ല. അത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ, സുതാര്യതയില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ അഴിമതി നടമാടുന്നു. പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയുടെ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിൽ ബലഹീന എനിക്ക് മെത്രാപ്പൊലീത്ത സ്ഥാനം ഉറപ്പാക്കി മുന്നോട്ട് പോയപ്പോൾ എന്നിൽ നിന്ന് 3 കോടി രൂപയോളം അവർ വാങ്ങുകയും അത് ഇടുക്കിയുടെ വികസനത്തിനായിട്ട് നൽകാമെന്ന് വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇടുക്കിയുടെ തുടർന്നുള്ള നടപടികളിലേക്ക് ഈ ധനം പൂർണ്ണമായും നൽകുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അതൊരു സാമ്പത്തിക പ്രതിസന്ധിയായി നിലകൊള്ളുകയാണ്. എന്നാൽ കണക്കോ തിരട്ടോ ഇല്ലാത്ത, ബജറ്റില്ലാത്ത ഈ സഭയ്ക്ക് പൂർണ്ണ ഹൃദയത്തിൽ നിന്ന് ഇത് നൽകുമ്പോൾ ആ സമർപ്പണം ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല എന്നറിഞ്ഞുകൊണ്ട് മാത്രമാണ് അതിൽ ഞാൻ വിമുഖത കാണിച്ചത്. ഓരോ മീറ്റിംഗും കഴിഞ്ഞ് ഒരു കുഴപ്പവുമില്ല എന്ന് പറയുകയും എന്നാൽ അനേകം സഭകളെ തന്നെ ലജ്ജിപ്പിച്ചുകൊണ്ട് ക്രൈസ്തവ സാക്ഷ്യത്തിനെതിരായി നിന്നുകൊണ്ട് ഒരു മെത്രാപ്പൊലീത്തയ്ക്ക് പീഡനങ്ങൾ നേരിടുന്നു എന്ന് വെളിപ്പെടുത്തുവാനായിട്ടാണ്. ചെളിവാരി എറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ തന്നെയും എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ തമ്പുത്തുകളിൽ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഭയിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. അത് സഭയ്ക്ക് ഭൂഷണവുമല്ല. എന്നാൽ അസത്യമോ അശുദ്ധിയോ ഈ പ്രത്യേക വിഷയങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് തന്നെ സഭയിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളത് ഇല്ല. അങ്ങനെയെങ്കിൽ തന്നെ ദൈവം സ്ഥാപിച്ച സഭ പരിശുദ്ധമാണ്. ആ പരിശുദ്ധിയിൽ ഒന്നുകൂടെ മുന്നോട്ട് പോകുവാൻ തക്കതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സഭയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല, ചിന്തിക്കുന്നുമില്ല. വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ യാക്കോബായ സഭയുടെ പ്രത്യേക സുന്നഹദോസ് നാളെ ഉച്ചതിരിഞ്ഞ് പുത്തൻകുരിശ് പാത്രിയാർക്കി സെന്ററിൽ ചേരും. രാവിലെ സഭയുടെ വർക്കിംഗ് കമ്മിറ്റിയും യോഗം ചേരുന്നുണ്ട്. യാക്കോബായ സഭാധ്യക്ഷൻ തോമസ് പ്രഥമൻ ബാവിക്കെതിരെ സഭ ഇടുക്കി ഭദ്രസനാധിപൻ കുര്യാക്കോസ് മാർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത നടത്തിയ വെളിപ്പെടുത്തലുകൾ സുന്നഹദോസിൽ ചർച്ചയാകും. ക്ലീമീസ് മെത്രാപ്പൊലീത്തയെ അനുകൂലിച്ച് ഒരു വിഭാഗം വൈദികരും രംഗത്ത് വരുന്നതോടെ സുന്നഹദോസിൽ ചൂടേറിയ ചർച്ചയുണ്ടാകുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ടി പി ചന്ദ്രൻ